ഹലോ ഗൈസ്, നമുക്കിന്ന് ഒരിടം വരെ പോകണം കേട്ടോ. അതിന് മുന്നേ എനിക്ക് തോരനൊക്കെ ഉണ്ടാക്കി കേട്ടോ. കയ്യിൽ കളറായെന്നൊക്കെ പറഞ്ഞ് കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നു. തോരൻ എന്ന് വെച്ചാൽ അടിപൊളി തോരനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു ആദ്യമായിട്ടാണ് മാനിക്കാതെ തോരൻ കഴിക്കുന്നത്, പക്ഷേ അടിപൊളിയായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ഇച്ചിരി പരിഞ്ഞിലും കൂടെ പൊരിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഒരിടം വരെ പോവുകയാണ്. പെട്ടെന്നെടുത്ത തീരുമാനമാണ്. ഞാൻ മടിച്ചാണ് പോയെങ്കിലും അടിപൊളിയായിരുന്നു ഗൈസ്. മഴക്കോളൊക്കെ കണ്ടാണ് പോയത്. നമ്മുടെ അടുത്ത് ഇത്രയും നല്ല സ്ഥലമൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ നമ്മളൊരു പാലം കണ്ടിറങ്ങി. അവിടെ നല്ല രസമായിരുന്നു കേസ് കാണാൻ. അവിടെ ഭയങ്കര കാറ്റുമായിരുന്നു, മഴയുടെ കോളുമായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ചെറുതായിട്ട് പൊടിച്ചു തുടങ്ങി കേട്ടോ മഴ. അങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തി. അപ്പോൾ സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ ഭൂതംകുഴി റോക്ക് വ്യൂ പോയിൻ്റ് എന്നാണ് കേട്ടോ. ആലപ്പുഴ പത്തനംതിട്ട ബോർഡറിലാണ് ഈ സംഭവം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ അടുത്തൊന്നും ഒരുപാട് ദൂരം ഇല്ലായിരുന്നു, പക്ഷേ പോയത് നല്ല വർത്തായിരുന്നു കേട്ടോ. പക്ഷെ നല്ല റിസ്ക്കാണ്. അതിൻ്റെ മണ്ടയ്ക്കൊക്കെ വലിഞ്ഞു കയറൽ. അപ്പുറത്തൂടാണ് സത്യം പറഞ്ഞാൽ കയറേണ്ടത്, ഞങ്ങൾ ഇപ്പുറത്തൂടാണ് കയറിയത്. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. ഏറ്റവും ടോപ്പിൽ ചെന്നപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ താഴത്തെ ആ വെള്ളത്തിലോട്ട് പോകുമെന്നും കരുതി പോവുകയാണ് കേട്ടോ ഗൈസ്. അവിടെ അടിപൊളിയായിരുന്നു. കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേര് അവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് ഗൈസ് മണ്ടയ്ക്ക് 3 പിള്ളേർ നിൽക്കുന്നത് കണ്ടത്. അവർക്ക് നല്ല ശീലം ഉണ്ടായിരിക്കും, പക്ഷേ സ്ലിപ്പായ താഴെ വീഴും. കാരണം പാറയുടെ മണ്ടയ്ക്ക് ഒട്ടും സ്ഥലമില്ല. അതുമാത്രമല്ല നല്ല ഹൈറ്റിലുമാണ്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല രസമാണ് കേട്ടോ. നല്ല പീസ്ഫുള്ളാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ച് വന്നു കേട്ടോ. തിരിച്ചിറങ്ങിയിട്ടാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നേരം അവിടെ നിൽക്കേണ്ടായിരുന്നു. എനിക്ക് ഈ റബ്ബർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റബ്ബർ എപ്പോഴും കാണാൻ കിട്ടുന്നവർക്ക് അതിൻ്റെ ഇത് അറിയത്തില്ലായിരിക്കും. ഞങ്ങൾക്കൊന്നും എപ്പോഴും കാണാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി റബ്ബർ മരം കണ്ടാൽ ഞങ്ങളുടെ ബഹളം വെക്കും. അവിടെ വണ്ടി നിർത്താൻ പറയും. എനിക്കെന്തോ ഭയങ്കര ഭ്രാന്താണ്. കാണുന്നവർക്ക് ഭ്രാന്താന്നൊക്കെ തോന്നുമായിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങളാണെങ്കിൽ ഒരു കടയിൽ കയറി നല്ല മഴയും തണുപ്പും കൊണ്ടൊരു ചായയും ബുൾസയൊക്കെ കഴിച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്ന് രാത്രി ഒരു സിനിമയ്ക്ക് പോയായിരുന്നു. സിനിമ 10 മണിക്കാണ്. ഞങ്ങൾ 9:50 ആയപ്പം ഫുഡ് കഴിക്കാൻ കയറി. ദോശയും ബീഫ് റോസ്റ്റും കഴിച്ചു. ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ പെട്ടെന്ന് ഓടി കയറലായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞാണ് ഞങ്ങൾ കയറുന്നത് കേട്ടോ. 10 മിനിറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഇൻ്റർവെല്ലിൽ എല്ലാവരും അകത്തിരുന്നിട്ട് എന്നെ പുറത്ത് ഫുഡ് കഴിക്കാൻ വിട്ട കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. എനിക്ക് ബർഗറും മറ്റുള്ളവർക്ക് പോപ്കോണും മേടിച്ചു. എന്നിട്ട് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ അത്രയേ ഉള്ളടാ. ടാറ്റാ.